ഹായ് ഫ്രണ്ട്സ്, താഴെ വീട്ടിൽ നിന്ന് ചക്ക എന്ന് കേട്ടപ്പോഴാട്ടോ പോയത്. ഞാൻ വെച്ച് ഇനി പഴുത്ത ചക്ക എനിക്കത്ര ഇഷ്ടമല്ല, പച്ചച്ചക്ക ആയിരുന്നെങ്കിൽ നല്ല കൂട്ടുകറി വെക്കാലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി താഴേക്ക് പോയപ്പോൾ ദാ കിടക്കുന്ന പഴുത്ത ചക്ക വേണമെങ്കിൽ മുറിച്ചോ എന്നുള്ള രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ വേറൊരു രക്ഷയുണ്ട്, പഴുത്ത ചക്കയെങ്കിൽ പഴുത്ത ചക്ക. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അറഞ്ചും പുറഞ്ഞും കോടാലിയും കൊണ്ട് അത് കൊട്ടി. എന്നിട്ട് അച്ചാച്ചനും അമ്മമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മഴക്കാലമായി, അതിൻ്റേതായ ഒരു മാറ്റം നമ്മൾ ചക്കക്ക് ഉണ്ടാവും, കാരണം മധുരം ഉണ്ടാവുകയേ ഇല്ല. ഇപ്പം ലാസ്റ്റായില്ലേ, ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇനിയുള്ള ചക്കക്കൊന്നും ഒട്ടും മധുരം ഉണ്ടാവില്ല, ഇങ്ങനെ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും രസമാണ് ചക്കേൻ്റെ ആ ഒരു മണം എന്ന് പറയുന്നത്. ചക്ക ഇഷ്ടമുള്ളവർക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഒരു പാത്രം നിറയെ ചക്ക ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഒരു മുറിയെ കുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു മുറി അവിടെ പിന്നെയും ബാക്കി വെച്ചിട്ടുണ്ട്. കാരണം വെറുതെ വേസ്റ്റ് തിന്നൊന്നുമില്ല, വെറുതെ എടുക്കാമെന്നല്ലേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമ്മമ്മേൻ്റെ അടുത്തേക്കും അച്ഛൻ്റെ അടുത്തേക്കും എല്ലാം ഞായറാഴ്ച ലീവ് കിട്ടുന്ന സമയത്ത് മാത്രമേ നമുക്കിങ്ങനെ, വീട് ഒരു മതിലിൻ്റെ അപ്പുറമാണ് എന്നാൽ പോലും പോവില്ല. കാരണം ഈ പറഞ്ഞ പോലെ രാവിലെ പോയി വൈകുന്നേരം വന്ന് എവിടെയും പോകാനുള്ള നേരമൊന്നും ഇല്ലാത്തോട്ട് ഇങ്ങനെ വീട്ടിൽ. പിന്നെ അത് ഞായറാഴ്ച കിട്ടുമ്പോൾ വീട്ടിലെ പണിയായി. ഇന്നാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ, രാവിലെ ഫുള്ള് തോട്ടിൽ പോയി അലക്കലും പരിപാടിയെല്ലാം ആയതുകൊണ്ട് സമയം അങ്ങനെ പോയി. പിന്നെ കിടന്നുറങ്ങി കുറച്ച് നേരം എണീറ്റ് അങ്ങനെ ആയി. പിന്നെ വൈകുന്നേരത്തിലെ കറിക്കുള്ള ആലോചനയിലാണ് ഞാനിങ്ങനെ താഴെ പോയപ്പം ആ ചക്ക കണ്ടത്. പിന്നെ എനിക്ക് ചക്ക മുമ്പേ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഡബ് ചെയ്യണ സമയത്ത് ഈ കാക്ക കോപ്പിറൈറ്റ് വരുമോ ദൈവമേ. വീട്ടിനുള്ളിൽ നിന്നാണെങ്കിൽ പിള്ളേരെ സൗണ്ട്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാക്കേൻ്റെയും പൂച്ചേരി, ഇതാണ് അവസ്ഥ. പിന്നെ അമ്മമ്മ അച്ഛനൊക്കെ റോഡുമ്പിലേക്ക് ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചക്ക വന്നിട്ട് മൊത്തം കൊതുകാണ് ഈശ്വരാ. അവിടെ ഇരുന്ന് ചൊറിയലായിരുന്നു. പിന്നെ അവസാനം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത ചക്ക ഇങ്ങനെ അപ്പം ഉണ്ടാക്കില്ലേ നമ്മൾ, ചക്കയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്നാലും അതും ഈ വൈകുന്നേര സമയങ്ങളിൽ കിട്ടണം. നമ്മളൊക്കെ ചായ ഒക്കെ കഴിക്കുന്ന ടൈമിൽ കിട്ടിക്കഴിഞ്ഞാലേ കഴിക്കാൻ പറ്റില്ല. അല്ലാത്തപ്പം ആൻറ്റിയൊക്കെ രാവിലെ ഉണ്ടാക്കാറുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലൊന്നും ചക്കയപ്പം രാവിലെ തിന്നിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഉദ്ദേശം ഈ കാണുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ ചക്കക്കുരുവും പരിപ്പൊക്കെ കറി വെക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വിശേഷം. ബാക്കി കാര്യം നാളെ പറയാം.